പൊന്നു പോലെ പ്ലീസ് പോലെ. ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. ആന്റി പറഞ്ഞത് കേട്ടതുകൊണ്ട് എനിക്ക് അവസ്ഥ വന്നത്. നിങ്ങളുടെ മോനെ കല്യാണം കഴിച്ചിട്ട് കുറ്റങ്ങൾ മുഴുവൻ തലയിലേറ്റി ഈ ചവിട്ടി നിൽക്കുന്ന പോലെ ഞാൻ നിൽക്കുന്നത്. എന്നെ മറന്നേക്ക്. മോളെ അങ്ങനെ പറയല്ലേ. അരവിന്ദ് അറിയാതെ പറഞ്ഞു പോയതാ. അറിയാതെ അല്ല ആന്റി, വാക്കുകൾ കൊണ്ട് ഒരുപാട് മുറിവേൽപ്പിച്ചു എന്നെ. സംശയദൃഷ്ടിയിൽ അരവിന്ദനെ നോക്കുന്നത്. ഭർത്താക്കന്മാരാൽ സംശയിച്ച് അഗ്നിശുദ്ധി വരുത്തേണ്ടി വന്നത് സീതാദേവി മുതൽ ഇപ്പതാ ശ്രേയ വരെ നിൽക്കാം. കുഴപ്പമില്ല ആന്റി, ഇത് ഞാൻ മറികടക്കും. ബൈ. മോളെ മോളെ പറയുന്നത് കേക്ക്. പല രീതിയിലുള്ള ആളുകളെ കണ്ടിട്ടുള്ളതല്ലേ മോള്. അരവിന്ദനെ മനസ്സിലാക്കാൻ പൊന്നുവിന് പറ്റില്ലേ? ഒരു കുഞ്ഞിന്റെ മനസ്സവന്. ഞാൻ പറഞ്ഞില്ലേ, ആരെന്ത് പറഞ്ഞാലും അവൻ കണ്ണടച്ച് വിശ്വസിക്കും. അത് മുതലെടുത്ത് തുണിക്കച്ചവടക്കാരി ഇല്ലാത്തതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക. അവന് മോളോട് വെറുപ്പോ ദേഷ്യോ ഒന്നുമില്ല. നല്ലതും ചീത്തയും അവന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാനിപ്പോ എല്ലാം മറന്ന് ഇവിടെ ജീവിക്കാൻ തീരുമാനിച്ചാൽ തന്നെ നാളെ ആകാശവും ചാരും എന്നെ പറ്റി എന്തൊക്കെ മോശമായിട്ട് പറഞ്ഞു നടക്കില്ലെന്ന് ആര് കണ്ടു? അത് വിശ്വസിച്ച് അരവിന്ദ് വീണ്ടും എന്നെ ഇറക്കി വിടാൻ ശ്രമിച്ച അതെനിക്ക് എത്ര വലിയ അപമാനമായിരിക്കും എന്ന് ആന്റി ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. ഉണ്ടാകും ആന്റി. കാരണം ആന്റിയുടെ മകന് നല്ലതും ചിത്തയും തിരിച്ചറിയാൻ കഴിയില്ലെന്ന് ആന്റി തന്നെ പറഞ്ഞില്ലേ? അതുപോലെ ഇനിയും സംഭവിക്കും. മോളെ എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. എനിക്ക് വേണ്ടി ഒന്ന് വീട്ടിലോട്ട് വാ. സോറി ആന്റി, ഞാൻ വരില്ല. അതിന് പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്നെ നിർബന്ധിക്കരുത്. മോളെ മോളെ പൊന്നു പൊന്നു പോവല്ലേ മോളെ. മോളെ 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 പറയുന്ന കേക്ക്. പൊന്നു പൊന്നു പോവല്ലേ. ആ പെണ്ണിന്റെ ഫോൺ എങ്ങനെയാ ചാരുമോളുടെ ബാഗിൽ വന്നത്? നിങ്ങൾ പോയത് അവരെ കൂടെയല്ലല്ലോ. എനിക്കും അതാ മനസ്സിലാവാത്തത്. എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന മനസ്സിലാക്കി ശ്രേയ തീരുമാനിച്ചു വെച്ചതായിരിക്കും. അരവിന്ദേട്ടാ, എടാ, ഞങ്ങളൊന്ന് വിശ്വസിക്കേ. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ശ്രേയ പ്ലാൻ ചെയ്ത ചതിയാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നിന്നെയും നിന്റെ ഭാര്യയും വിശ്വസിക്കാം. ശരിക്കും എന്താ നടന്നെന്ന് മനസാക്ഷി തൊട്ട് സത്യം പറ. മാഡത്തിന്റെ ഫോൺ നിന്റെ ഭാര്യയുടെ ബാഗിൽ ഇങ്ങനെ വന്നു. പിന്നെ നീ അത് തന്നെ ചോദിച്ചാൽ എങ്ങനെയാ? അരവിന്ദേട്ടാ, എനിക്കൊന്നും അറിയില്ല സത്യമായിട്ടും. എടി, നീ കണ്ണടച്ച നിനക്ക് മാത്രം ഇരുട്ടാണെന്ന് തോന്നൂ. മറ്റുള്ളവർക്ക് തോന്നില്ല. നീ തന്നെയാ അത് ചെയ്തത്. ഇല്ല അമ്മായി, ഞാൻ പറഞ്ഞ സത്യ. എന്ത് സത്യം? ശ്രേയ മോൾ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയില്ലേ? അതാണ് സത്യം. എടാ അരവിന്ദേ, നിനക്ക് നിന്റെ ജീവിതം തുടങ്ങാൻ പറ്റാത്തതിന് കാരണം ദേ ഇവളാ. അമ്മേ മതി. ശ്രേയ അവളുടെ ഫോൺ ചാരുവിന്റെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചതാ. അവള് പറയുന്നത് കേട്ട് ചാരുവിനെ കുറ്റപ്പെടുന്നത് ശരിയല്ല. ശരിയും തെറ്റും എന്താണെന്ന് എനിക്കറിയാം. ഇവളെ കല്യാണം കഴിക്കാതെ അരവിന്ദ് മാറി നിന്നതിന്റെ പകയാണ് ഇവൾക്ക്. എന്റെ മോനെ സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് നടക്കുക ഇവള്. ആകാശേ, നിന്റെ കൂടെപ്പിറപ്പില്ലേ അരവിന്ദ്? അതുപോലും നോക്കാതെ ഇവളുടെ കൂടെ ചേർന്ന് നീയും പകപോക്കുകയാണോ? അമ്മായി, ഏതാണ് സത്യം ഏതാണ് നുണയെന്ന് മനസ്സിലാക്കാതെ അക്കുച്ചേട്ടനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. ഈ ലോകത്തില് ഒരമ്മയും ചെയ്യാത്ത കാര്യം അത്. ലോകത്ത് നിന്റെ ഭർത്താവിനെ പോലെ ഒരു മകനും ഇതുപോലെ ചെയ്യില്ല. നീ ഇവന് സപ്പോർട്ടുമായിട്ട് വരണ്ട. രണ്ടുപേരും കൂടി എന്റെ മകന്റെ ജീവിതം ഇല്ലാതാക്കിയില്ലേ? സന്തോഷമായി കാണും രണ്ടുപേർക്കും. നീ ആഗ്രഹിച്ചതുപോലെ ഇവനെ ഉപേക്ഷിച്ച് പൊന്നു ഈ വീട് വിട്ടു പോയി. ഇതിനു വേണ്ടിയല്ലേ നീ കാത്തിരുന്നത്? ഇനി നിനക്ക് എന്താ വേണ്ടത്? പാവം ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ നിന്റെ മനസ്സിലെന്താ കുളിര് കോരിയോ? സന്തോഷിക്കാൻ ആര്? ചാരുമോളോ? മറ്റുള്ളവരുടെ വിഷമം കണ്ട
അവർക്ക് എങ്ങനെ സന്തോഷവും സമാധാനം കൊടുക്കാന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കുന്നവളാ എന്റെ ചാരുമോളും. ഓ, അരവിന്ദനും ഭാര്യയ്ക്കും നല്ലത് വരാനേ ഇവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. മോളെ, ഞാൻ പറഞ്ഞതല്ലേ ഇവരെങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോട്ടെ എന്ന്. നിങ്ങൾ ഒന്നിലും ഇടപെടണ്ടെന്ന്. അപ്പൊ അരവിന്ദേട്ടൻ പാവമാണ്. ശ്രേയ അരവിന്ദേട്ടന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കില്ല, ഞങ്ങൾ അവരെ ചേർത്ത് വെക്കും എന്നൊക്കെ പറഞ്ഞല്ലേ നിങ്ങൾ പോയത്. നിന്റെ മനസ്സെന്താണെന്നോ മനസ്സിലിരിപ്പെന്താണെന്നോ അറിയാതെ കല്ലും നഖവും വെച്ച് കീറി മുറിക്കുന്ന കണ്ടില്ലേ? ഇതൊക്കെ സഹിച്ചു നിൽക്കേണ്ട ആവശ്യം നിനക്കുണ്ടോ? നിന്റെ തലയിലെഴുത്താണോ ഇത്? തെറ്റ് ചെയ്ത ഇങ്ങനെയൊക്കെ ആയിരിക്കും അനുഭവിക്കുന്നത്, അല്ലാതെ വിളിച്ചിരുത്തി അവന് നിൽക്കണ്ട. അമ്മായി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ പാവം ചമഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കാം, അവര് വിശ്വസിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. ഏമേ, നിന്റെ മനസ്സിലുള്ള പോലത്തെ ദുഷിച്ച ചിന്തകള് ചാരുമോൾക്കുണ്ടാവില്ല. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. അതെ, ചതി നടന്നിട്ടുണ്ട്. ആ ചതിക്ക് പിന്നിൽ നിങ്ങളുടെ പെങ്ങടെ മോളാ. അല്ലെങ്കിൽ അവര് പോയ സ്ഥലത്തേക്ക് ഇവരെന്തിനാ പോയത്? ഇവർക്ക് പോകാൻ വേറെ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, അവര് പോയ സ്ഥലത്ത് പൊയ്ക്കോട്ടെ, അത് ഇവരുടെ ഇഷ്ടമാണ്. പക്ഷേ അരവിന്ദം പൊന്നു മുറിയെടുത്ത അതേ റിസോർട്ടില് എന്തിനിവര് മുറിയെടുത്തു? അവിടെന്താ വേറെ റിസോർട്ടും ഹോട്ടൽസും ഒന്നും ഇല്ലായിരുന്നു? ശ്രേയ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇവള് മറുപടി പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ അമ്മായി, അരവിന്ദ് ഏട്ടനെയും ശ്രേയെ ഒന്നിപ്പിച്ച് ഇവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടാ ഞങ്ങൾ അങ്ങോട്ട് പോയത്. നാണോ ഇല്ലേടി നിനക്ക് വീണ്ടും വീണ്ടും നുണ പറഞ്ഞോണ്ടിരിക്കാൻ? എല്ലാവരും കൂടി ഒരേ നുണ പറഞ്ഞോണ്ടിരുന്നാ അത് സത്യമാണെന്നുണ്ടോ? കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞിനെ പോലും പെറ്റി വളർത്താൻ കഴിയാത്തവളാ ഇവരെ ഒരുമിപ്പിക്കാൻ പോകുന്നത്. വലിയൊരു ത്യാഗി വന്നിരിക്കുന്നു. ഒരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിലേ യോഗവും ഭാഗ്യവും ഒക്കെ വേണം. നിനക്കതില്ലടി.